പൊതുസമൂഹത്തോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്ത UDF മുസ്ലിം ലീഗ് സ്വതന്ത്രനും തളി ഡിവിഷൻ അംഗവുമായ ജാഫർ രാജിവെച്ചു. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ തനിക്ക് തെറ്റുപറ്റിയതാണെന്നും ഇതുമൂലം പാർട്ടിക്കും ജനങ്ങൾക്കുമിടയിലുണ്ടായ തെറ്റിദ്ധാരണയിൽ മനോവിഷമമുണ്ടായതിനാലുമാണ് താൻ രാജിവെക്കുന്നതെന്നും ജാഫർ പറഞ്ഞു. യാതൊരു കാരണവശാലും CPM-മായി ഞാൻ ഒരു തരത്തിലും അതീതനാവാത്ത ഒരു സാഹചര്യമാണ് എല്ലാ കാലത്തും ഞാൻ ഉണ്ടായിരുന്നത്. ഒരിക്കലും ഞാൻ CPM-ന് വേണ്ടിയിട്ടോ ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട KD നഫീസക്ക് വേണ്ടിയിട്ടോ ഞാൻ മനഃപൂർവ്വം ഒരു പ്രലോഭനങ്ങൾക്കും വേണ്ടിയും അല്ല ഞാൻ ഈ വോട്ട് രേഖപ്പെടുത്തിയത്. എനിക്ക് 25 ലക്ഷം തന്നു, 30 ലക്ഷം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി വാഗ്ദാനം ചെയ്തു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാം, ആരെങ്കിലും ഒരാൾ ജാഫർ ഏതെങ്കിലും ഒരു രീതിയിൽ 1 രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇനി ഏതെങ്കിലും ഒരു LDFക്കാരൻ്റെ കൂടെ ഞാൻ ഇരുന്നിട്ട് അന്തിച്ചർച്ച നടത്തി അതല്ലെങ്കിൽ വേറെ ഒരു രീതിയിലേക്ക് പോവുക എന്തെങ്കിലും നിങ്ങൾക്ക് വിത്ത് എവിഡൻസ് ആയിട്ട് നിങ്ങൾ തന്നാൽ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എളവള്ളിയിൽ വീട് കത്തിനശിച്ചു. കരുമത്തിലിൽ ഷൈജുവിന്റെ ഓടിട്ട വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഫർണിച്ചറുകളും നിത്യോപയോഗ സാധനങ്ങളും വിവിധ രേഖകളും കത്തിനശിച്ചു. അടുപ്പിൽ നിന്ന് തീ പടർന്നതാണെന്നാണ് പ്രാഥമിക നിഗമനം. ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സരിത, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആഷിഖ് വലിയകത്ത്, വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയിൽ സമാന്തര സാമ്പത്തിക സങ്കേതം സൃഷ്ടിച്ച് മുന്നോട്ടു പോകുന്ന സഹകരണ മേഖലയെ വട്ടമിട്ട് പറക്കുന്ന വേതാള കഴുകനെ പോലുള്ള നീക്കങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്നുവെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. ചില നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ മേഖലയെ അടക്കി വാഴാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ആശങ്കയോടെ കാണാതിരിക്കാനാവില്ലെന്നും VN വാസവൻ. സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിലെ 71% നിക്ഷേപമുള്ളത് കേരളത്തിലെ സഹകരണ മേഖലയിലാണ്. സഹകരണ മേഖലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവന്ന് സഹകരണ മേഖലയെ അടക്കി വാഴാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഈ ശ്രമത്തെ ആശങ്കയോടെ കാണണം. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്നതല്ല സഹകരണ മേഖല. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം നമുക്കെതിരെ പല രൂപത്തിലുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരുപക്ഷെ ആക്രമണങ്ങൾക്ക് നമ്മൾ ആശങ്കപ്പെടേണ്ട രൂപത്തിലുള്ള ചില നീക്കങ്ങൾ വന്നിരിക്കുന്നു. ആ നീക്കങ്ങൾക്കെതിരെ പൊതുവിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതേസമയത്ത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ചില ബൈലോകളുടെ ഭേദഗതികൾ കേന്ദ്രം തരുന്ന രൂപത്തിലാക്കി മാറ്റണമെന്നുള്ളതും, അതുപോലെ നമ്മുടെ നിക്ഷേപങ്ങളുടെ ഉള്ളടക്കം മുഴുവൻ കേന്ദ്ര ഡാറ്റാ ബാങ്കിലേക്ക് കൊടുക്കണമെന്ന് പറയുന്നതുമൊക്കെ അപകടകരമാണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ 71% ക്രെഡിറ്റിന്റെ നിക്ഷേപമുള്ളത് കേരളത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ സമ്പദ്ഘടനയിൽ ഒരു സമാന്തര സാമ്പത്തിക സങ്കേതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മേഖലയെ വട്ടമിട്ട് പറക്കുന്ന ഒരു വേതാള കഴുകനെ പോലെ ചില നീക്കങ്ങൾ ഇതിനുമേലെ നടക്കുന്നു, ഒളിഞ്ഞും തെളിഞ്ഞും എന്നത് നമ്മൾ ശങ്കിക്കുന്നു. ആ ശങ്കയ്ക്ക് പല അടിസ്ഥാനങ്ങളുണ്ട്. നിരവധി പുതിയ പദ്ധതികളും പ്രവർത്തന മേഖലകളുമായി വിഷൻ 2031 വിഭാവനം ചെയ്ത് മുന്നേറുകയാണ് കേരളത്തിലെ സഹകരണ മേഖല. ഉൽപാദകനും ഉപഭോക്താവിനും നേരിട്ടിടപെടാൻ കഴിയുന്ന രീതിയിലുള്ള പദ്ധതികൾ സഹകരണ മേഖലയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് ഭാവിയിൽ അവരുടെ വികസന വീക്ഷണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സഹകരണ മേഖല പങ്കാളിത്തം വഹിക്കുമെന്നും അത് നാടിന്റെ വലിയ രീതിയിലുള്ള പുരോഗതി ഉറപ്പാക്കുമെന്നും VN വാസവൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സഹകരണ വാരാഘോഷത്തിന് മുന്നോടിയായി സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ D. സജിത്ത് ബാബു പതാക ഉയർത്തി. MLA-മാരായ മുരളി പെരുന്നെല്ലി, UR പ്രദീപ്, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, സ്വാഗത സംഘം ചെയർപേഴ്സൺ കോലിയക്കോട് N. കൃഷ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ദേശീയ സഹകരണ നയവും കേരളത്തിലെ സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. ജനുവരി 4-ന് ആലപ്പുഴയിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. TCV തൃശൂർ.
അതിരപ്പിള്ളി വെട്ടിക്കുഴിയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിച്ചു. ആനമല കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ കൃഷിമേഖലയായ നല്ലഭൂമിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആനക്കൂട്ടമിറങ്ങി വ്യാപകമായി പച്ചക്കറി കൃഷികൾ നശിപ്പിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി സമീപത്തെ നാട്ടുകാരുടെ പറമ്പിലും ആനകൾ നാശം വിതച്ചു. നൂറുകണക്കിന് വാഴകൾ പിഴുതെറിഞ്ഞു. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ വിളകളും നശിപ്പിച്ചിട്ടുണ്ട്. ചാലക്കുടി അന്നനാടിൽ 5 ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന മോഷണം. അന്നനാട് വേലുപ്പിള്ളി ക്ഷേത്രത്തിന്റെ റോഡരികിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭണ്ഡാരവും അന്നനാട് ജംഗ്ഷനിലുള്ള നേർച്ചപ്പെട്ടിയും കുത്തിത്തുറന്ന നിലയിലാണ്. വേലുപ്പിള്ളി ക്ഷേത്രം റോഡിലുള്ള കുടുങ്ങാപ്പുഴ ക്ഷേത്രത്തിലെ നേർച്ചപ്പെട്ടിയും പരിസരത്തെ നവഗ്രഹ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരവും തുറന്ന് പണം മോഷ്ടിച്ചിട്ടുണ്ട്. കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മമ്മൂസ് ബേക്കറിയിലും മോഷണം നടന്നു. താഴ് തകർത്ത് അകത്തുകടന്ന മോഷ്ടാക്കൾ ബേക്കറി സാമഗ്രികളും സിഗരറ്റും മോഷ്ടിച്ചു. കൊരട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിയൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ഒടുവിൽ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെ തമിഴ്നാട് തെങ്കാശി ഊട്ടുമലയിൽ വെച്ചാണ് ബാലമുരുകൻ പിടിയിലായത്. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ വിയൂർ ജയിലിന് സമീപത്ത് നിന്ന് നവംബർ 3-നാണ് ബാലമുരുകൻ രക്ഷപ്പെട്ടത്. ഊട്ടുമല പോലീസ് ബാലമുരുകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂർ സിറ്റി പോലീസിന് ബാലമുരുകനെ കൈമാറുന്നതടക്കമുള്ള തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കും. കൊലപാതക കേസുകളടക്കം 80ഓളം കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. പോലീസിനെ കബളിപ്പിച്ച് നടന്ന ഇയാൾ 56 ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലാകുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച അപകടം. അപകടത്തിൽ കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് പോവുകയായിരുന്ന പട്ടാമ്പി സ്വദേശി ജാബിറും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി തൂൺ വാഹനത്തിന്റെ മുകളിലേക്ക് വീണു. ജനുവരി 2 മുതൽ ചാലിശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസമേളയ്ക്ക് മുന്നോടിയായുള്ള ജനകീയ ശുചീകരണത്തിന്റെ മണ്ഡലതല ഉദ്ഘാടനം തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് നിർവഹിച്ചു. ശുചീകരണ പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർമാരായ ആനി വിനു, എ വിജയൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ, നവകേരളം കോർഡിനേറ്റർ പി സെയ്തലവി, CDS വൈസ് ചെയർപേഴ്സൺ ലളിത സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം പഴഞ്ഞിയിൽ ഉത്സവം കഴിഞ്ഞു മടങ്ങുകയായിരുന്ന യുവാവിനെ 6-അംഗ സംഘം ആക്രമിച്ചതായി പരാതി. അയനൂർ ചീനിക്കൽ അമ്പലത്തിലെ ഉത്സവം കണ്ടു മടങ്ങുകയായിരുന്ന പെങ്ങാമുക്ക് സ്വദേശി കണ്ടിരുത്തി വീട്ടിൽ അതിൻ കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. അതിൻ കൃഷ്ണയെ ബൈക്കിലെത്തിയ സംഘം ആക്രമിക്കുകയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. പരിക്കേറ്റ അതിൻ കൃഷ്ണയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കയ്പമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭാരവാഹികളെ ആദരിച്ചു. കയ്പമംഗലം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ജില്ലാ കൌൺസിൽ അംഗം PK റാസിഖ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റിട്ടയർഡ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. കളക്ടറേറ്റിന് മുൻപിൽ സംഘടിപ്പിച്ച ധർണ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. VV തങ്കം, ഓമന വിജയൻ, CK അംബിക തുടങ്ങിയവർ സംസാരിച്ചു. സേവന പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന്റെ
തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഏകാദശി സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പഞ്ചരത്ന കീർത്തനാലാപനം ഭക്തിസാന്ദ്രമായി. ചേപ്പാട് AE വാമനൻ നമ്പൂതിരി, മാതങ്കി സത്യമൂർത്തി, ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യൻ, വെള്ളിനേഴി സുബ്രഹ്മണ്യം, മുടിങ്കൊണ്ടൻ രമേശ്, പാലക്കാട് കൈലാസപതി, KMS മണി, കോഴിക്കോട് നാരായണപ്രകാശ് തുടങ്ങിയ സംഗീതജ്ഞർ പങ്കെടുത്തു. പഞ്ചരത്ന കീർത്തനാലാപനത്തിനു ശേഷം ഈ വർഷത്തെ സംഗീത തിലക ബഹുമതി മൃദംഗം ഘടം വിദ്വാൻ മങ്ങാട് KV പ്രമോദിന് സമ്മാനിച്ചു. വൈകിട്ട് മുടിക്കൊണ്ടാൻ രമേശിന്റെ വീണ കച്ചേരിയോടെ സംഗീതോത്സവത്തിന് സമാപനമാകും. നാളെയാണ് ഏകാദശി. ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ജനുവരി 4 മുതൽ 11 വരെ നടക്കുന്ന ദേശീയ പുരുഷ വനിതാ വോളിബോൾ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ കേരളത്തിൽ നിന്ന് കഴിമ്പ്രം സ്വദേശി TN സിജിലിനെ തെരഞ്ഞെടുത്തു. നിരവധി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കുന്ന ദേശീയ വോളിബോൾ മത്സരത്തിൽ വിസിൽ മുഴക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ദേശീയ റഫറി കൂടിയായ TN സിജിൽ. കഴിമ്പ്രം ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൽ നിന്നും വോളിബോൾ കളിച്ചു തുടങ്ങിയ സിജിൽ സംസ്ഥാന ജൂനിയർ ടീമിലും സ്കൂൾ ടീമിലും വോളിബോൾ താരമായിരുന്നു. കായികാധ്യാപക പഠന സമയത്താണ് വോളിബോൾ റഫറിയുടെ വേഷമണിയാൻ തുടങ്ങിയത്. 2010 അഖിലേന്ത്യാ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടിയതിനു ശേഷം നിരവധി അഖിലേന്ത്യാ മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട്. 2ാം തവണയാണ് ദേശീയ സീനിയർ വോളിബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ അവസരം ലഭിക്കുന്നത്. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകനായ ഇദ്ദേഹം കേരള സ്കൂൾ ടീമിന്റെ പരിശീലകനായും 5 തവണ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. വോളിബോൾ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. സ്കൂളിൽ പഠന സമയത്ത് വോളിബോൾ കളിക്കാനായിരുന്നു ആഗ്രഹം. കായിക വിദ്യാഭ്യാസ പഠന സമയത്താണ് ഒഫീഷ്യേറ്റിങ്ങിൽ താല്പര്യം ലഭിച്ചത്. ഒഫീഷ്യേറ്റിംഗ് വളരെയധികം താല്പര്യമുണ്ട് ചെയ്യാൻ. 2010 അഖിലേന്ത്യാ വോളിബോൾ റഫറി ടെസ്റ്റിൽ മികച്ച വിജയം നേടാൻ സാധിച്ചു. മുൻ വനിതാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വോളി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന MB നിഷയാണ് ഭാര്യ. മകൾ TS കൃഷ്ണനന്ദ ജില്ലാ സ്കൂൾ ടീമിലും സബ് ജൂനിയർ ടീമിലും ഇപ്പോൾ കളിക്കുന്നുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരന് നീലക്കംപാറയിൽ പൌരസ്വീകരണം നൽകി. ഷഹീൻ K മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സുനിൽ വാലിപ്പറമ്പിൽ മൊമെന്റോ സമ്മാനിച്ചു. സുജാ ജോയ്, സത്താർ പുഴങ്കരയിലെത്ത വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രതിനിധികളായ നിശാന്ത് മേനോൻ, സിബി പാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലംപറമ്പിൽ പൊന്നാടയണിയിച്ചു. ഏത് കാര്യത്തിനും എന്നും അതുപോലെ തന്നെ ഓരോ വീട്ടിലെയും ഓരോ വിശേഷങ്ങളിലും എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ജനതയാണ് ഈ പുല്ലൂറ്റ്, ഈ പ്രദേശത്തുള്ളവരെന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഒരു ബലം തന്നെയാണ് ഇന്ന്. ശരീരത്തിലാകെ ചെല്ല് നിറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നായയെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ് അരിമ്പൂർ സ്വദേശിനി എടക്കാട്ടൽ വീട്ടിൽ അഞ്ജലി. ഒരു പതിറ്റാണ്ടിലധികമായി സജീവ രാഷ്ട്രീയ പ്രവർത്തകയും യുവമോർച്ച സിറ്റി വൈസ് പ്രസിഡന്റുമായ അഞ്ജലിയാണ് താൻ വളർത്തുന്ന നായയ്ക്കൊപ്പം പുതിയതായി എത്തിയ നായയ്ക്കും സംരക്ഷകയാവുന്നത്. വീടിന് മുന്നിൽ കണ്ട ആരോ ഉപേക്ഷിച്ചതെന്ന് കരുതുന്ന നായയുടെ ശരീരത്തിൽ ആകെ ചെള്ളു നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. അഞ്ജലി നായയെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി. നായയ്ക്ക് പൊന്നൂസ് എന്ന് പേരുമിട്ട് കഴിഞ്ഞു. എന്തായാലും പേരിഷ്ടപ്പെട്ടതോടെ വിളിക്കുമ്പോൾ പൊന്നൂസ് ഓടിയെത്തുന്നുണ്ടെന്ന് അഞ്ജലി പറഞ്ഞു. ഉടമസ്ഥർ തേടിയെത്തിയാൽ നായയെ കൈമാറാനും തയ്യാറാണ്. വീട്ടിലുള്ള പോമറേനിയൻ ഇനത്തിലുള്ള നായ ചിക്കുവിന് പൊന്നൂസിന്റെ വരവത്ര പിടിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. താൽക്കാലികമായി വീടിന്റെ സിറ്റൌട്ടിലാണിപ്പോൾ പൊന്നൂസിന്റെ താമസം. TCV തൃശൂർ. കൂരിക്കുഴി മഹൽ ഖത്തർ കമ്മിറ്റിയുടെ പുതിയ കെട്ടിടത്തിന്റെയും ഓഫീസിന്റെയും ഉദ്ഘാടനം നടന്നു. ET ടൈസൺ MLA കെട്ടിടത്തിന്റെയും കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഓഫീസിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. KMQC പ്രസിഡന്റ്
ടി.എ. ജമാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ. സക്കരിയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, കൂരിക്കുഴി മഹൽ പ്രസിഡന്റ് സിറാജ് സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ഉള്ള സ്വത്തിൽ നിന്ന് എത്ര കൊടുക്കപ്പെടുന്ന ഈ കാര്യങ്ങളെല്ലാം, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊല്ലം കൊണ്ട് ഇത്രയും ഫണ്ടുകൾ സ്വരൂപിച്ച് അതിൻ്റെ ഒക്കെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾക്കറിയാം, നാട്ടിൽ നിന്നുകൊണ്ടുള്ള കഥാകൃത്തുക്കളുടെ കൂട്ടായ്മയായ ഒരു കഥ പറയാം ഗ്രൂപ്പിന്റെ സമാഗമം പരിപാടി മതിലകത്ത് നടന്നു. കഥാകൃത്ത് പി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുരേന്ദ്രൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി, എഴുത്തുകാരി അജിത്രി, ഗ്രന്ഥകാരൻ രാകേഷ് നാഥ്, സുനിൽ പി. മതിലകം, ഉണ്ണി അഷ്ടമിച്ചിറ എന്നിവർ സംസാരിച്ചു. ഒരു കഥ പറയാം സാഹിത്യ പുരസ്കാരം സുരേന്ദ്രൻ മങ്ങാട്ടിന് പി. സുരേന്ദ്രൻ സമർപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള 40ഓളം കഥാകൃത്തുക്കളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സജീഷ് MS അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ബാബു വല്ലത്ത്, പ്രധാന അധ്യാപിക A. അഫ്സത്ത്, വാടാനപ്പള്ളി SI V. വിനീത്, CPO ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്റെ ലോകം എന്ന് പറഞ്ഞാല് നിങ്ങളെ പോലുള്ള കുട്ടികളെ ക്ലാസ് എടുത്ത് അവരൊക്കെ പഠിപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പോകാന്നുള്ളതായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് മക്കളെ കാണാൻ. നിങ്ങളെ പോലുള്ള കുട്ടികളെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്തരം സംവിധാനങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മക്കള് വഴി തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതകളുള്ള ചുറ്റുപാടുകളുള്ള അതിലാണ് നമ്മളെല്ലാം ജീവിച്ചത്. എഴുത്തുകാരിയും അധ്യാപികയുമായ ഋതുകൃഷ്ണ രചിച്ച KM കൃഷ്ണൻകുട്ടിയുടെ മകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. UR പ്രദീപ് MLA പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു അധ്യക്ഷനായിരുന്നു. കൃഷ്ണൻകുട്ടിയുടെ പത്നി ഓമന പുസ്തകം ഏറ്റുവാങ്ങി. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EN വാസുദേവൻ, KC ജോർജ് തിരുമണി, വാർഡംഗം സജി, അധ്യാപികമാരായ ഐഷ BV, ശ്രീജ പ്രേം തുടങ്ങിയവർ സംസാരിച്ചു. പാമ്പാടി നെഹ്റു കോളേജ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് വളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി തിരുവില്ലാമല ടൌണിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ മഹേശ്വരൻ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ അനിത, നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർ സെക്രട്ടറിമാരായ ആദർശ്, അഹല്യ എന്നിവരുടെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന NSS വളണ്ടിയർമാരാണ് അണിനിരുന്നത്. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ഫാദർ അമൽ മാളിയക്കൽ തിരുനാൾ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡെൽബി തെക്കുംപുറം, ഫാദർ ബിബിൻ പാവുങ്കോട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ ആന്റോ ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. അന്തിമഹാളൻകാവ് വേലയോടനുബന്ധിച്ച് ചേലക്കര ദേശം വേല കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ദേശവേല കമ്മിറ്റി പ്രസിഡന്റ് PK സുനിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി TA കേശവൻകുട്ടി, പബ്ലിസിറ്റി കൺവീനർ M. അരുൺകുമാർ, ജനറൽ കൺവീനർ ബേബി വർണിക, നാരായണസ്വാമി പുലാക്കോട്, കിഴക്കേമഠം തുടങ്ങിയവർ പങ്കെടുത്തു. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഹോളി ഫാമിലി യൂണിറ്റിന്റെ വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷം മച്ചാട് പള്ളി വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. മദർ സിസ്റ്റർ സെലസ്റ്റി, സിസ്റ്റർ ജിൻസി മരിയ, കേന്ദ്രസമിതി കൺവീനർ ജോജു എലവത്തിങ്കൽ, ട്രസ്റ്റി രാജൻ കാട്ടുകുടിയിൽ, സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, ബിൻസി സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ സ്കൂൾ ഗെയിംസുകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഗുരുവായൂരിൽ ടെൻഷൻ ഫ്രീ
ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗുരുവായൂർ മുനിസിപ്പാലിറ്റി ഫെസിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിച്ച അഡ്വാൻസ്ഡ് സ്പോർട്സ് കോച്ചിംഗ് എംപവർമെന്റ് പ്രോഗ്രാം കേരള സ്റ്റേറ്റ് സ്പോർട്സ് ഓർഗനൈസർ എൽ ഹരീഷ് ശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ഷിജു എസ് ദാസ് അധ്യക്ഷത വഹിച്ചു. NCC ഓഫീസർ സ്റ്റൈജു, DPA ഉദ്യോഗസ്ഥനായ വൈശാഖ്, കായിക പരിശീലകരായ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലന ക്യാമ്പ് ചൊവ്വാഴ്ച സമാപിക്കും. കുതിച്ചുയർന്ന സ്വർണ്ണവില ദിവസങ്ങൾക്കു ശേഷം കുറഞ്ഞു. ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 12,990 രൂപയായി. പവന്റെ വിലയിൽ 520 രൂപയുടെ കുറവുണ്ടായി. 1,03,920 രൂപയായി. കടങ്ങോട് കൈക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ആഘോഷിച്ചു. ഗണപതി ഹോമം, വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം നാദസ്വരത്തിന്റെ അകമ്പടിയോടെ കാവടിയാട്ടം നടന്നു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. വിവിധ ദേശ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിൽ റാവു ബഹദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ 46ാമത് സ്കോളർഷിപ്പ് വിതരണം നടന്നു. ഹൈക്കോടതി ജസ്റ്റിസ് സ്നേഹലത ഉദ്ഘാടനം ചെയ്തു. PT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, KB അനിൽകുമാർ, EG സജിമോൻ, KV സുധാംശു മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,990 രൂപ, പവന് 1,03,920 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ തെളിവുകൾ പുറത്ത്. നിർണായക ദൃശ്യങ്ങൾ പുറത്തുവിട്ട് KR ഔസേപ്പ്. കൂറുമാറിയവർക്കെതിരെ അയോഗ്യതയ്ക്കൊരുങ്ങി കോൺഗ്രസ്. ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി DCC നേതൃത്വം അന്ത്യശാസനം നൽകുന്നത് തികച്ചും അനുചിതമാണെന്ന് TM ചന്ദ്രൻ. പാറളം പഞ്ചായത്ത് അംഗം ബിന്ദുവിനെ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ്. എളവള്ളിയിൽ വീട് കത്തിനശിച്ചു. ഫർണിച്ചറും നിത്യോപയോഗ സാധനങ്ങളും വിവിധ രേഖകളും കത്തിനശിച്ചു. സഹകരണ മേഖലയെ തകർക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും നീക്കങ്ങൾ നടക്കുന്നുവെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. നിയമ ഭേദഗതികൾ കൊണ്ടുവന്ന് സഹകരണ മേഖലയെ അടക്കി വാഴാൻ കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളെ ആശങ്കയോടെ കാണാതിരിക്കാനാവില്ലെന്നും മന്ത്രി. അതിരപ്പള്ളി വെട്ടിക്കുഴിയിൽ കാട്ടാന ശല്യം രൂക്ഷം. കാർഷിക വിളകൾ നശിപ്പിച്ചു. ചാലക്കുടി അന്നനാട്ടിൽ 5 ക്ഷേത്ര ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന മോഷണം. കൊരട്ടിയിൽ ബേക്കറിയിലും മോഷണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.